മോർണിംഗ്, അഖില മിസ് ആണ്. സോ ദാ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മുടെ EVSന്റെ എക്സാം ആണ് നാളെ. അടിപൊളിയായിട്ട് എന്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പൊ നമ്മുടെ EVS എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അത് മാത്രമല്ല, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് നാളത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. യെസ്, തേക്ക് ഒരു ദ്വിബീജപത്ര സസ്യമാണ്. യെസ്, നമ്മളോട് പറയാണ് ടീക്ക് ഈസ് എ ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റ് അല്ലെ. എന്നിട്ട് എന്താ പറയുന്നത്? തേക്കിന്റെ വേരുപടലവും അതുപോലെ തന്നെ എന്താണ് ഇലകളിലുള്ള വിനേഷൻ അല്ലെ, സിരാവിന്യാസവും വരച്ച് ചേർക്കാനാണ്. അപ്പൊ അത് വരയ്ക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ എന്താന്നുള്ളതാണ് അല്ലെ. നമുക്കറിയാം ഡൈക്കോട്ടിലിഡനസ് പ്ലാന്റ് അതായത് ഡൈക്കോട്സ് അല്ലെങ്കിൽ ദ്വിബീജപത്ര സസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയുള്ള ചെടികളില് യെസ് റെറ്റിക്കുലേറ്റ് വിനേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. അതുപോലെ ഇനി അതിന്റെ റൂട്ട് നോക്കുകയാണെങ്കിൽ ആ റൂട്ട് ടാപ്പ് റൂട്ട് ആയിരിക്കും നമുക്കറിയാം. ഈ ഭാഗം കംപ്ലീറ്റ് എന്താണ്? യെസ്, നമ്മുടെ മോണോകോട്സ് അല്ലെ, നമ്മുടെ ഏകബീജപത്ര സസ്യമാണ്. അതായിരുന്നു എങ്കിൽ അത് സമാന്തര സിരാവിന്യാസമായേനെ, നാരുവേരു പടലമായേനെ അല്ലെ. ഇവിടെ ദ്വിബീജപത്ര സസ്യമാണ്, അതുകൊണ്ട് ജാലിക സിരാവിന്യാസവും തായ് വേരു പടലവും ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇതറിയാമെങ്കിൽ ഈ ഒരു ചിത്രം നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. ഇവിടെ നമ്മൾ വേര് വരച്ചു കൊടുക്കുക ാണെങ്കിൽ യെസ് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്തുനിന്ന് ഇതാ താഴേക്ക് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു വേരിനെ വരച്ചു കൊടുക്കണം. അതിന്റെ അകത്തുനിന്ന് എന്ത് ചെയ്യാണ് ചെയ്യുക? യെസ്, ബ്രാഞ്ചസ് അല്ലെ. ആ വേരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? അതായത് മെയിൻ ആയിട്ടുള്ള വേരിൽ നിന്നാണ് യെസ് എന്ത് പോകുന്നത്? നമ്മുടെ ബ്രാഞ്ചസ് ഇതാ നമ്മളുടെ ടാപ്പ് റൂട്ട് സിസ്റ്റത്തില് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി വെക്കാം അല്ലെ. ഇത് എന്താണ്? ടാപ്പ് റൂട്ട് ആണ്, അഥവാ എന്താണ്? തായ് വേരാണ്. അതിന് കാരണം ഇത് എന്തായതുകൊണ്ടാണ്? ദ്വിബീജപത്ര സസ്യം ആയതുകൊണ്ടാണ് അല്ലെ, ഡൈക്കോട്ട് ആയതുകൊണ്ടാണ്. ഇനി ലീഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, ജാലിക സിരാവിന്യാസം ആണ്. അതായത് ജാലിക സിരാവിന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെറ്റ്വർക്ക് പോലെയുള്ള അല്ലെ, റെറ്റിക്കുലേറ്റ് വിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടെ എഴുതുകയാണെങ്കിൽ യെസ് റെറ്റിക്കുലേറ്റ് അല്ലെ, റെറ്റിക്കുലേറ്റ് വിനേഷൻ ആണ്. വിനേഷൻ മിസ് താഴെ എഴുതുന്നുണ്ട് കൊള്ളാത്തത് കൊണ്ട്. ഓക്കെ, അപ്പൊ ജാലിക സിരാവിന്യാസം ആണ് അല്ലെ. അപ്പൊ ജാലിക സിരാവിന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം നമ്മൾ വരയ്ക്കണ സമയത്ത് എന്ത് ചെയ്യാ? നെറ്റ് പോലെ, വലകൾ പോലെ അല്ലെ. അപ്പൊ ദാ ഇവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിന്നൊക്കെ എന്ത് ചെയ്യും? യെസ്, ഇലകളുടെ നമ്മളുടെ വിനേഷൻ, നമ്മുടെ എന്താണ് നെറ്റ്വർക്കുകൾ പോലെ ഇതിനകത്ത് ഇങ്ങനെ സിരകൾ എന്ത് ചെയ്യാണ്? പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അപ്പൊ മിസ് ഇവിടെ ദാ ഏകദേശമാണ് വരച്ചിരിക്കുന്നത്. മക്കൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്കെച്ച് പെന്നൊക്കെ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് അല്ലെ, ക്രയോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇത് സെറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ വരയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ആ വരയ്ക്കുന്ന കാര്യം നന്നായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആവുക എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യം മക്കൾ ഓർത്തു വെക്കുക. യെസ്, ഇത് തമ്മിലുള്ള ബന്ധം അല്ലെ, ഈ ഒരു പിക്ചർ മക്കളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും, ഈ ചാപ്റ്ററിന്റെ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാ ഇതിനകത്ത് തന്നെ ഉണ്ട്. സോ ഈ കാര്യം മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന്റെ മുമ്പ് ഇതാ മക്കൾക്കുള്ള ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. നമ്മൾ ഓണം സൂപ്പർ ഓഫറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ പുതിയ ബാച്ച് ഇതാ യെസ് സെപ്റ്റംബർ 18 മുതൽ 18-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ പെട്ടെന്ന് തന്നെ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ അഡ്മിഷൻ എടുക്കുക കേട്ടോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് മാച്ച് ദ ബീക്സ് ആൻഡ് ദ ലെഗ്സ് അല്ലെ. എന്താണ്? കൊക്കും അവിടെ കുറെ പക്ഷികളുടെ എന്താണ് കൊക്കല്ലേ, ചുണ്ട് കൊടുത്തിട്ടുണ്ട്. അതും അതിന്റെ കാലും തമ്മിൽ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? മാച്ച് ചെയ്ത് വരയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുക. നമുക്കറിയാം അല്ലെ, ഓരോ പക്ഷികൾക്കും എന്താണ് അതിന്റെ ചുറ്റുപാട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിനെന്താണ് അതിന്റെ ശരീരത്തിന് അതിന്റെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും അല്ലെ. അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അനുകൂലനങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷികളുടെ കൗതുക ലോകത്തിൽ നമ്മൾ ഈ കാര്യവും എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഓരോ ജീവികളുടെയും ചുണ്ട് അല്ലെങ്കിൽ കൊക്കും അവരുടെ കാലും എന്താണ്? യെസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടേതും ഒരുപോലെ അല്ല അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം ദാ ഫസ്റ്റിലത്തെ നമ്മളുടെ എന്താണ്? താറാവാണ്. താറാവ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ യെസ് ആ താറാവിന്റെ കാല് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മാച്ച് ചെയ്ത് വരച്ചു. ഇനി ഇതാ പരുന്താണ് കാണുന്നത് അല്ലെ. പരുന്ത് നമുക്കറിയാം റാഞ്ചി എടുക്കുന്ന ആളാണ് അല്ലെ, കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ റാഞ്ചി കൊണ്ടുപോകുന്ന ആളാണ്. അപ്പൊ അതിന്റെ നഖങ്ങൾ എന്ന് പറയുന്നത് അതിനനുസരിച്ചാവണം. അപ്പൊ ഈ
തന്നിട്ടുള്ളതിൽ ഇതാ ഈ കാണുന്ന ആളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഇനിയുള്ളത് കൊക്കാണ് അല്ലെ. കൊക്ക് നോക്കിയാൽ നിങ്ങളെ നീണ്ട കൊക്കാണ്. യെസ് അല്ലെ. അതിനുണ്ടാവുന്ന ചുണ്ട് അല്ലെങ്കിൽ അതിന്റെ എന്താണ് ബീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർത്ത് കിടക്കുകയാണ്. അതെന്തിനാണ്? വെള്ളത്തിൽ നിന്നിട്ട് വേണം അതിന് മീനിനെയൊക്കെ കൊത്തിപ്പിടിക്കാൻ. അപ്പൊ അതിന്റെ കാലും അതനുസരിച്ച് വേണ്ടേ. സോ ദാ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, അത് വരച്ച് ചേർക്കാം. അപ്പൊ ഈ കാര്യങ്ങൾ ഈ രീതിയിൽ വരച്ച് ചേർക്കണമെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ ദാ നമ്മളുടെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. രണ്ടും എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ലൈവിൽ ഇന്ന് മാരത്തോൺ, മെഗാ മാരത്തോൺ ആണ് അല്ലെ. അപ്പൊ എല്ലാവരും ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ആക്കാം. നാളത്തെ EVS നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതും. സോ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ മിസ് ഇപ്പൊ ഇതാ പ്രത്യേകിച്ച് ഇതാ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ചിത്രങ്ങൾ ഉണ്ടല്ലോ, ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഇപ്പൊ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് സെറ്റ് ആക്കി കളയാ. നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എക്സാം എഴുതാം. എല്ലാവർക്കും മിസ്സിന്റെ ഓൾ ദ വെരി ബെസ്റ്റ്.